Hello dear students, today we are going to discuss about RC oscillators. RC oscillators ന്റെ പേരിൽ തന്നെയുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓഡിയോ ഓസിലേറ്റേഴ്സ്. അതായത് ലോ ഫ്രീക്വൻസി ഉള്ള വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സ് ആണ് RC oscillators. Okay. And it employs resistors and capacitors to generate the low frequency signals. റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും യൂസ് ചെയ്ത് ആർ സിയിലാകുമ്പോൾ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പിൻ്റെ ആർ സി ഓസിലേറ്റേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. സോ ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഇതിൽ നോക്കുക. ഇവിടെ നമ്മൾ ഇത്രയും ഭാഗം നമ്മുടെ സാധാരണ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ അതേ ഫിഗർ. ദെൻ ഇവിടെ ദർ ആർ 3 നെറ്റ്വർക്ക്സ് ഓഫ് ആർ സി. ഇതൊരു നെറ്റ്വർക്ക്, ഇതടുത്ത നെറ്റ്വർക്ക്, ഇതടുത്ത നെറ്റ്വർക്ക്. ഓരോന്നും ഈ ആംപ്ലിഫയർ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരുന്നു. ഫസ്റ്റ് 180 ഡിഗ്രി ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ബാക്കി 180 ഡിഗ്രി ഈ 3 ആർ സി നെറ്റ്വർക്കിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു ആർ സി നെറ്റ്വർക്ക് 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് തരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ആർ സി നെറ്റ്വർക്ക്സ്, ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സ്. അതായത് ഒരു ഫേസ് ഷിഫ്റ്റ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മുടെ ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി 180 ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത് ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക്സ് ആണ്, ആർ സി നെറ്റ്വർക്ക്സ് ആണ്. 3 ആർ സി നെറ്റ്വർക്ക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവസാനത്തിൽ നിന്നാണ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അവസാനത്തെ ആറാണ് നമ്മൾ ഇൻപുട്ടിലോട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺ എമിറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, the output of the amplifier is supplied to RC feedback network. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ആൻഡ് ദിസ് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതാണ് 3 ആർ സി നെറ്റ്വർക്ക്. അപ്പോൾ ആർ സി എന്ന് പറഞ്ഞാൽ കളക്ടറിൻ്റെ അവിടെയുള്ള റെസിസ്റ്റൻസ് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ HFE IB RC, ഓക്കെ, ആർ സിയുടെ അവിടെയുള്ള കറണ്ട് വോൾട്ടേജ് ആണ് HFE IB RC. ദെൻ ഇതൊരു ആർ സി നെറ്റ്വർക്ക്, ഇതൊരു ആർ സി നെറ്റ്വർക്ക്, ഇതൊരു ആർ സി നെറ്റ്വർക്ക്. അപ്പോൾ നമ്മളിവിടെ 3 ലൂപ്പുകളാണുള്ളത്. ഇത് ഫസ്റ്റ് ലൂപ്പ്, സെക്കൻഡ് ലൂപ്പ് ആൻഡ് തേർഡ് ലൂപ്പ്. 3 ലൂപ്സ് ഉണ്ട്. ആൻഡ് അപ്ലൈ KVL ടു ഈച്ച് ലൂപ്പ്. ഓരോ ലൂപ്പിലേക്ക് നമ്മൾ KVL അപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ലൂപ്പിലേക്ക് അപ്ലൈ ചെയ്യുക, സെക്കൻഡ് ലൂപ്പിലേക്ക് അപ്ലൈ ചെയ്യുക, തേർഡ് ലൂപ്പിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻ കിട്ടും. I1-ൻ്റെയും I2-ൻ്റെയും IB-യുടെയും ടേംസിലുള്ള 3 ഇക്വേഷൻസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ I1-ൻ്റെ ഒക്കെ ടേംസ് ഒരുമിച്ച് വയ്ക്കുന്നു, I2-ൻ്റെ ഒക്കെ ടേംസ് ഒരുമിച്ച് വയ്ക്കുന്നു, I3-യുടെ ഒക്കെ ടേംസ് ഒരുമിച്ച് വയ്ക്കുന്നു. ഓക്കെ, നമുക്ക് മെട്രിക്സ് ഫോമിൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനാണ് നമ്മളിതെങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, വോൾട്ടേജ് ലോ നമുക്കറിയാലോ. ഇൻപുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ്, അങ്ങനെയാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഓരോ ലൂപ്പിലുള്ള ടോട്ടൽ വോൾട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാത്തിനും ഡീറ്റെയിൽ സ്റ്റെപ്പ് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ കൂടി ഒന്ന് നോക്കി പോവാം. എന്നിട്ട് നമുക്ക് I1, I2, I3-യുടെ കോഎഫിഷ്യൻസിനെ നമ്മൾ ഒരു മെട്രിക്സ് ഡിറ്റർമിനൻ്റായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ആൻഡ് പുട്ടിങ് അതിൻ്റെ മൊത്തം ഡിറ്റർമിനൻ്റ് കണ്ടാൽ 0 ആയിരിക്കും. അതായത് എനർജി ഒന്നും വേണ്ടല്ലോ, ഔട്ട്പുട്ടൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് മൊത്തം ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കുന്ന അസംപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് മാട്രിക്സ്. ഇതിൻ്റെ കണ്ടുപിടിക്കുകയാണ്. കണ്ടുപിടിക്കുന്ന സ്റ്റെപ്സാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഗ്രൂപ്പിംഗ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ടുഗദർ. ഓരോ റിയൽ പാർട്ട് ഒരുമിച്ച് ചെയ്ത് ഇമാജിനറി പാർട്സ് ഒരുമിച്ച് ചെയ്ത് ദെൻ പുട്ടിങ് ഇമാജിനറി പാർട്ട് ഈക്വൽ ടു 0. ഇമാജിനറി പാർട്സിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ദെൻ എക്സിക്ക് നമ്മൾ JωC X ഈക്വൽ ടു 2πfc. 1/ωc അല്ലെങ്കിൽ 1/2πfc ആണ് XC എന്ന് പറഞ്ഞാൽ. അപ്പോൾ XC എന്നുള്ള, അപ്പോൾ ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് ദ ഫ്രീക്വൻസി F. സോ F ഈക്വൽ ടു 1/2π√6 + 4RC/R. അപ്പോൾ RC Rയും സെയിം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 1/2π RC√10. This is the example. This is the
phase shift or working of RC phase shift oscillator. ഇതാണ് RC phase shift oscillator. ഇനി അടുത്തതാണ് നമ്മുടെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ നേരത്തെ പോലെ തന്നെ RC phase shift oscillator പോലെ തന്നെ ഇതിന് എന്താണ് കുറേ എന്താ പറയുക, കുറേ കമ്പോണൻസ് ഉണ്ടാവും. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ ഈ കുറേ കമ്പോണൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് എപ്പോഴും പുറത്തേക്ക് പോകാനൊക്കെ ഭയങ്കര പാടാണ് അത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ കമ്പോണൻസ് ഒക്കെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ കമ്പോണൻസ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യണം. അത്രയും കമ്പോണൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാറ്. So vein bridge oscillator, the first advantage, and it is very simple to design, compact in size, and remarkably stable in its frequency. And it employs two transistors, each producing a phase shift of 180 degree, thus providing a total phase shift of 360 degree. നോക്കുക, this is circuit diagram. ഇതാണ് this is known as a vein bridge. vein bridge 4 arms ആണുള്ളത്. ഓക്കെ, 2 ആംസിൽ ഒരു റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ 2 ആംസിൽ ഇവിടെ ഒരു ആമുണ്ട്, ഇവിടെ ഒരു ആമുണ്ട്. ഈ 2 ആമിലും ഇറ്റ് ഹാസ് ഒരു ആമിൽ R1C1 ഇൻ പാരലൽ ആൻഡ് അടുത്തതിൽ R2C2 ഇൻ പാരലൽ സീരീസ്. സീരീസ് ഇവിടെ പാരലൽ. ഓക്കെ, അപ്പോൾ സീരീസിൻ്റെയാണ് Z1, പാരലലിൻ്റെയാണ് Z2. ഓക്കെ, ദെൻ അവിടെ നിന്നാണ് ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരുന്നു. അടുത്ത ഫേസ് ഷിഫ്റ്റ് വരുന്ന അടുത്ത ട്രാൻസിസ്റ്ററാണ്. Then we will get a total phase shift of 360 degree. Okay, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയ Z1 R1 ആണ്, R1 A1 ആണ്, Z1 R2 C2 ആണ്, Z2. ഓക്കെ, പിന്നെ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ വെയിൻ ബ്രിഡ്ജ് ബാലൻസ് ആവണമെങ്കിൽ ഓപ്പോസിറ്റ് ആംസിലുള്ളവർ ബാലൻസ് ആവണം. അതായത് R3 Z2 = R4 Z1, R3 Z2 = R4 Z1. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളതിനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് സ്റ്റേബിളാണ് അല്ലെങ്കിൽ അത് ബാലൻസ്ഡ് ആണെന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എല്ലാവർക്കും നമ്മൾ എഴുതിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ DC പവർ സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്താൽ എന്താ സംഭവിക്കുക? The bridge circuit provides an oscillations of certain frequency. These oscillations are fed to the transistor Q1. After amplification, these oscillators are fed to the second transistor. ആദ്യം നമ്മൾ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുന്നു, പിന്നെ സെക്കൻഡ് ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുന്നു. Then it will act as an inverter and the total phase shift of 360 degree is obtained at the output of the second transistor. അപ്പോൾ ഇതിൻ്റെ അനാലിസിസ് ഞാൻ നേരത്തെ പറഞ്ഞു. ട്രാൻസിസ്റ്റർ വെയിൻ ബ്രിഡ്ജ് ഓക്കെ ആവണമെങ്കിൽ ഓപ്പോസിറ്റ് ആംസ് സെയിം ആയിരിക്കണം. അതായത് R3 Z1 = R4 Z2. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂസ് ഓഫ് Z2 എന്ന് പറഞ്ഞാൽ അവിടെ R2ഉം C2ഉം പാരലാണ്. അപ്പോൾ R2 പാരലൽ C2, C എന്ന് വെച്ചാൽ 1/j⍵. അപ്പോൾ നമ്മളതിനെ സോൾവ് ചെയ്യുന്നു. അതേപോലെ അടുത്തതിനെ അടുത്തതിനെ എന്താണ് നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് R1 R2 പാരലൽ ആകുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ R2 × R1 R2 പാരലൽ ആകുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? R1 R /R1 + R2. അതേപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റർ ഒരു കപ്പാസിറ്ററുമാണ്. അപ്പോൾ അത് തമ്മിൽ പാരലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. R2 × 1/j⍵C1 / R2 + 1/j⍵. ഓക്കെ, അതുപോലെ തന്നെ അപ്പുറത്ത് ദെൻ നമ്മളിതിലും ഇതേപോലെ തന്നെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്യുന്നു. ദെൻ പുട്ടിങ് ഇമാജിനറി പാർട്ട് ഇൻറ്റു 0. റിയൽ പാർട്സ് അവിടെ കിടക്കട്ടെ. ദെൻ ഇമാജിനറി പാർട്ടിനെ 0 ആക്കി വെച്ചു. ദെൻ വി വിൽ ഗെറ്റ് ദി ഇക്വേഷൻ F = 1/2 pi root C1 C2 R1 R2. C1 = C2 = C, R1 = R2 = R ആണെന്ന് വിചാരിക്കുക. ഇതെല്ലാം സെയിം ആണെങ്കിൽ then we will get the equation F = 1/2 pi RC. വെരി ഇമ്പോർട്ടൻറ്റ്, 1/2 pi RC. ഇനി നമുക്കിനി പ്രോബ്ലംസും അഡ്വാൻറ്റേജസും പ്രോബ്ലംസും കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് എല്ലാവരും നോക്കുക. ജസ്റ്റ് എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്. ഓക്കെ, താങ്ക് യു.